theborderofamind.com അജ്മലിന്റെ ആ വെബ്സൈറ്റിലെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ ഒരു കമന്ററി സീരീസ് ഉണ്ടല്ലോ, അതിന്റെ പുതിയൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. theborderofamind.com എന്ന് പറയുന്നത് നമുക്കറിയാം അജ്മലിന്റെ ഒരു പേഴ്സണൽ സ്പേസ് ആണ്. അദ്ദേഹത്തിന്റെ ചിന്തകൾ പിന്നെ കാഴ്ചപ്പാടുകളൊക്കെ പങ്കുവെക്കുന്നൊരിടം. അതെ അതെ. എഴുത്തിലൂടെയും പിന്നെ കല അതുപോലെ ദൃശ്യങ്ങളിലൂടെയൊക്കെ തന്നിലുള്ള ആ ഒരു ജിജ്ഞാസയും അത്ഭുതവുമൊക്കെ കണ്ടെത്താനുള്ള ശ്രമം. ശരിയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു പ്രത്യേക ചിന്തയെക്കുറിച്ചാണ്. ഏതാണ്? നമ്മുടെ മനസ്സ്. അത് വെറുതെ ഈ തലച്ചോറിനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നൊരാശയം. ഓക്കേ. അദ്ദേഹത്തിന്റെ ബ്ലോഗിൽ മൈൻഡ് ഇസ് എ നൊമാഡിക് ക്ലൗഡ് എന്നൊരു ഭാഗമുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ശരി. അതായത് നമ്മുടെ ബോധം അല്ലെങ്കിൽ അവബോധം ശരീരത്തിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് പോകുന്നുണ്ടാവാം എന്നൊരു ചോദ്യം. അതെ, അങ്ങനൊരു സാധ്യത. ഇത് രസകരമായി തോന്നുന്നു. കാരണം നമ്മൾ സാധാരണ ചിന്തിക്കാറ് നമ്മുടെ ചിന്തകളൊക്കെ തലച്ചോറിനകത്തുള്ള കെമിക്കൽ റിയാക്ഷൻസിന്റെ ഭാഗമാണെന്നല്ലേ? അതെ, കൂടുതലും അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അജ്മൽ ചോദിക്കുന്നത്, ഒരു പക്ഷേ ഈ ചിന്തകളും വിശ്വാസങ്ങളും അതൊന്നും അത്രയ്ക്ക് പ്രൈവറ്റ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒന്നല്ലെങ്കിലോ? ശരിയാണ്. നമ്മൾ ഓരോരുത്തരും ഒരു ചുറ്റുപാടുകളുമായിട്ട് എപ്പോഴും വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരുതരം ഓപ്പൺ സിസ്റ്റംസ് ആണോ? തുറന്ന സംവിധാനങ്ങൾ. അതെ എന്നൊരു ചിന്ത. പുറം ലോകവുമായിട്ട് എനർജിയും ഇൻഫോർമേഷനും ഒക്കെ കൈമാറുന്ന പൂർണ്ണമായി അടഞ്ഞതല്ലാത്ത ഒന്ന്. അതുകൊണ്ടാണ് മനസ്സിനെ ഒരു അതിരില്ലാതെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന നാടോടി മേഘം പോലെയാണെന്ന് അദ്ദേഹം പറയുന്നത്. ഈ ഓപ്പൺ സിസ്റ്റം എന്നൊരു ഐഡിയ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹം ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ അല്ലേ? പറയുന്നുണ്ട്. theborderofamind.com ആ എഴുത്തിൽ തന്നെ അക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പൊ നമ്മുടെ കുടലിലുള്ള സൂക്ഷ്മാണുക്കൾ, അവ നമ്മുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കുന്നു എന്ന കണ്ടെത്തൽ. അത് ശരിയാണ്. അതിപ്പോ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണല്ലോ, ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നൊക്കെ പറഞ്ഞ്. അതെ. കോടിക്കണക്കിന് ബാക്ടീരിയ നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മുടെ മൂഡിനെ, ചിലപ്പോ ആഗ്രഹങ്ങളെ, ചിന്തകളെ വരെ ഇൻഫ്ലുവൻസ് ചെയ്യാമെന്ന് വരുന്നു. അപ്പോ അതും ഈ പറയുന്ന ഒരു കണക്ഷന്റെ ഭാഗമായിട്ട് അദ്ദേഹം കാണുന്നു. അതുപോലെ ചില പ്രത്യേക വാക്കുകൾ കേൾക്കുന്നത് പോലും നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നതും. അപ്പോ ഇതെല്ലാം കാണിക്കുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ അകവും പുറവും തമ്മിൽ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെയും ചന്ദ്രന്റെയും ഒക്കെ സ്വാധീനം എന്നൊക്കെ പറയുന്നതോ, അത് കൂടുതൽ ശാസ്ത്രീയമായിട്ടാണോ അതോ കുറച്ചുകൂടെ ആലങ്കാരികമായിട്ടാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. അത് ശരിക്കും എനിക്ക് തോന്നുന്നത് അദ്ദേഹം അതൊരു സാധ്യതയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതായത് പൂർണ്ണമായി പ്രൂവ് ചെയ്യപ്പെട്ട കാര്യങ്ങൾ എന്നതിനേക്കാൾ നമ്മൾ എത്രത്തോളം ഈ പ്രപഞ്ചവുമായി ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. ഒരു ചിന്താ പരീക്ഷണം പോലെ. അതെ, ഒരു തരത്തിൽ. ഇപ്പോ ചന്ദ്രൻ കടലിനെ സ്വാധീനിക്കുന്നുണ്ട്, വേലിയേറ്റവും വേലിറക്കവും ഉണ്ടാക്കുന്നു. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഇത്രയധികം ജലാംശമുള്ള സ്ഥിതിക്ക് അങ്ങനെയുള്ള സ്വാധീനങ്ങൾ പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റുമോ എന്നൊരു ചോദ്യം. അത് അദ്ദേഹത്തിന്റെ ഒരു തത്വചിന്താപരമായ അന്വേഷണത്തിന്റെ ഭാഗമായി വരുന്നു. മനസ്സിലായി. അപ്പോ ഈ നാടോടി മേഘം, മനസ്സിന്റെ അതിരുകളില്ലായ്മ എന്ന ആശയം, അത് അദ്ദേഹത്തിന്റെ ബ്ലോഗിലെ മറ്റു വിഷയങ്ങളുമായി എങ്ങനെയാണ് കണക്ട് ആവുന്നത്? കല അല്ലെങ്കിൽ ജീവിതം, സ്വയം കണ്ടെത്തൽ, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട്. അതുപോലെ മനുഷ്യന്റെ ഉള്ളിലെ ആ ഒരു അടങ്ങാത്ത ജിജ്ഞാസ, അത്ഭുതം, അതിർത്തികൾ ഭേദിക്കാനുള്ള ശ്രമം, അതൊക്കെയാണല്ലോ അതിന്റെ കാതൽ. ശരിയാണ്. അപ്പോ കലയിലൂടെയും എഴുത്തിലൂടെയും ഫോട്ടോഗ്രാഫിയിലൂടെയും ഒക്കെ അദ്ദേഹം ശ്രമിക്കുന്നത് ഒരു തരത്തിൽ ഈ അകവും പുറവും തമ്മിൽ ബന്ധിപ്പിക്കാനാണ്. മനസ്സിന് അതിരുകളില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഭാവനയ്ക്ക്, സർഗാത്മകതയ്ക്ക് അതിനൊക്കെ എന്ത് പരിധിയാണുള്ളത്? ശരിയാണ്. അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ്, വ്യക്തിഗത വളർച്ച അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിലെ സൗന്ദര്യം കണ്ടെത്തുക, ഇതൊക്കെ ഈ ഒരു വലിയ ചിത്രത്തിന്റെ ഭാഗമായി വരും. അജ്മലിന്റെ ഈ ചിന്തകളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കലയെക്കുറിച്ചുമൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും theborderofamind.com എന്ന വെബ്സൈറ്റ് നോക്കാവുന്നതാണ്. അതെ, അവിടെ അദ്ദേഹത്തിന്റെ എഴുത്തുകളുണ്ട്, ഫോട്ടോകളുണ്ട്, ഡിജിറ്റൽ ആർട്ട് വർക്കുകളുണ്ട്. പിന്നെ ഈ ചിന്തകളിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്ത പോഡ്കാസ്റ്റുകളും അവിടെ കാണാം. അതൊരു വ്യത്യസ്തമായ അനുഭവം തന്നെയായിരിക്കും. ഈ തിരക്കിട്ട ജീവിതത്തിൽ നിന്ന് മാറി
കുറച്ചൊന്ന് ചിന്തിക്കാനും ചിലപ്പോൾ പുതിയ എന്തെങ്കിലും ഉൾക്കാഴ്ചകൾ കിട്ടാനും അത് സഹായിച്ചേക്കാം. ഒരു ഇൻസ്പിറേഷൻ ആയേക്കാം. തീർച്ചയായും. അജ്മലിന്റെ എഴുത്തുകളെയും ചിന്തകളെയും കുറിച്ചുള്ള നമ്മുടെ ഈ കമന്ററി സീരീസിലെ കൂടുതൽ ചർച്ചകളുമായി ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ചിന്തകളും ഒരുപക്ഷെ ഇതുപോലെ അതിരുകളില്ലാതെ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ഒരു നാടോടി മേഘം പോലെയാണോ? അടുത്ത തവണ കാണാം.